ഓക്കെ, സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് A1 സ്പീക്കിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, നമുക്ക് സ്പീക്കിങ്ങിന് വന്നിട്ട് 3 ടൈലാണുള്ളത്. ഫസ്റ്റ് ടൈല് നമ്മളുടെ സിഷ് ഫോർസ്റ്റെല്ലിംഗ് ആണ്. ഓക്കെ, സിഷ് ഫോർസ്റ്റെല്ലിംഗ് എന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, സിഷ് ഫോർസ്റ്റെല്ലിംഗ് പറയാനായിരിക്കും, സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാനായിരിക്കും. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലേ സെൽഫ് ഇൻട്രൊഡക്ഷൻ, അത് പറയുക. സെക്കൻഡ് ടൈൽ എന്ന് പറയുന്നത് വേ ഫ്രാഗെ ആണ്. തേർഡ് ടൈൽ എന്ന് പറയുന്നത് ബിറ്റെ ഫ്രാഗെ അല്ലെങ്കിൽ യാർഡനൈൻ ഫ്രാഗെ ഓർ യാർഡനൈൻ ഫ്രാഗെ. ഈ ബിറ്റെ ഫ്രാഗെ എന്ന് പറഞ്ഞാൽ നമ്മുടെ എസ് ക്വസ്റ്റിൻ്റെ ഇടയ്ക്ക് ഒരു യാർഡനൈൻ ക്വസ്റ്റിൻ്റെ ഇടയ്ക്ക് ഒരു ബിറ്റെ വേർഡ് ചേർക്കും, ബിറ്റെ ഫ്രാഗെ ആകും യാ ഓർ നൈൻ ഫ്രാഗെ. ഇതാണ് നമ്മളുടെ 3 ടൈൽ സ്പീക്കിങ്ങിന് വരുന്നത്. സിഷ് ഫോർസ്റ്റെല്ലിംഗ് നമുക്കറിയാം, നമ്മളുടെ ഇൻട്രൊഡക്ഷൻ പറയാനാണ്. പിന്നെ സെക്കൻഡ് ടൈൽ അതായത് വേ ഫ്രാഗെ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു കാർട്ടേ തരും. ഓക്കെ, കാർട്ടേ വെച്ചൊരു കാർട്ടിലൊരു വേർഡ് എഴുതിയിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ അർബൈറ്റ് എന്നുള്ളൊരു വേർഡ് ആണെങ്കിൽ, ഓക്കെ, അർബൈറ്റ് എന്നൊരു വേർഡ് കിട്ടുവാണെങ്കിൽ നമ്മൾ ആ വേർഡ് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ WH ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ എനിക്ക് അർബൈറ്റ് എന്നുള്ളൊരു വേർഡ് കിട്ടി, ഞാൻ ചോദിക്കും വി ഈസ്റ്റ് ഡൈനെ അർബൈറ്റ് അല്ലേ. വി എന്ന് പറഞ്ഞാൽ എന്താ, ഹൗ ഈസ് യുവർ വർക്ക്, അങ്ങനെ എനിക്ക് ചോദിക്കാം അല്ലേ. നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം, ആ ഒരു വേർഡ് ആ ഒരു ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഓക്കെ, പിന്നെ എന്താ ചോദിക്കുക, ഇപ്പം വെറ്റർ എന്നൊരു വേർഡ് കിട്ടും, വെറ്റർ എന്ന് പറഞ്ഞാൽ വെതർ. പിന്നെ എനിക്ക് എന്ത് ചോദിക്കാം, വി ഈസ്റ്റ് ദാസ് വെറ്റർ, ഹൗ ഇസ് ദ വെതർ. എല്ലാത്തിനും വി ചോദിക്കേണ്ട, പെട്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞതാണ്. വേറെന്ത് പറയാം, ബിയർ എന്നൊരു വേർഡ് കിട്ടുവാണ്. ബിയർ എന്നൊരു വേർഡ് കിട്ടാൻ നമുക്ക് എന്ത് ചോദിക്കാം, വി ഓഫ്റ്റ് ഡ്രിങ്ക്സ് ഡു ബിയർ അല്ലേ. വി ഓഫ് ഡ്രിങ്ക്സ് ഡു ബിയർ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ വിച്ച് ബിയർ എന്ന് ചോദിക്കുന്നുണ്ട്. ഫേറിയൻ എന്നൊരു വേർഡ് കിട്ടുകയാണ്. ഫേറിയൻ മീൻസ് വെക്കേഷൻ അല്ലെ, അല്ലെങ്കിൽ ഹോളിഡേയ്സ്. നമുക്ക് ചോദിക്കാം വി ലാങ് ഹാസ് ടു ഫേറിയൻ അല്ലേ. അപ്പം ഇങ്ങനെ നമുക്ക് തരുന്ന കാർട്ടയിലുള്ള വേർഡ് ആ ഒരു ഫ്രാഗയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെ നോക്കിയിട്ട് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ, നമുക്ക് 2 കാർട്ട് തരുന്നെങ്കിൽ ആ 4 കാർട്ടിൽ നിന്നിട്ട് 2 ചൂസ് ചെയ്യാനായിരിക്കും. പക്ഷേ ഓൺലൈനിലാകുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല, ജസ്റ്റ് 2 കാർട്ട് തരും, ആ ഒരു കാർട്ട് വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, വേ ഫ്രാഗെ ചോദിക്കണം. പിന്നെ തേർഡ് ടൈലോട്ട് വരുവാണെങ്കിൽ അവിടെ ഒരു പിക്ചർ ആയിരിക്കും കാണിക്കുക. മുകളിൽ പേര് ജസ്റ്റ് എഴുതിയേക്കുമായിരിക്കും, താഴെ വരുമ്പോൾ ഒരു പിക്ചർ ആയിരിക്കും കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആപ്പിളിൻ്റെ പിക്ചറാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ബിറ്റെ ക്വസ്റ്റ്യൻ പോലെ ചോദിക്കാം. ഓക്കെ, ക്വനൻ സി മിയർ ബിറ്റെ einen Apfel geben അല്ലെ. can you give me an apple, yes or no ആൻസർ കിട്ടും അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം ഒരു സ്മോക്കിംഗ് റൗഹൻ ഫെർബോട്ടൻ ആയിട്ടുള്ള രീതിയിൽ കാണിക്കും. സ്മോക്കിങ്ങിൻ്റെ മുകളിൽ ക്രോസ് ഇട്ടേക്കുന്ന ഒരു പിക്ചർ ആണെങ്കിൽ നമുക്ക് എന്ത് വയ്ക്കാം, ഡാർഫ് ഇഷ് ഹിയർ നിഷ്ട് റൗഹൻ, am I not allowed to smoke here. റൗഹൻ എന്ന് പറയുന്ന വേർഡ് ടു സ്മോക്ക് എന്നാണ്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അഥവാ ബിറ്റെ ഫ്രാഗെ ആയിരിക്കും ചോദിക്കുക അല്ലേ. ഇപ്പോൾ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബാഗ് കാണുവാണെങ്കിൽ ബാഗിൻ്റെ പിക്ചർ നോക്കി വയ്ക്കാം. Können Sie bitte die Tasche öffnen. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ചോദ്യം ചോദിക്കാം, പക്ഷേ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കണം. അതായത് സ്റ്റാർട്ടിങ്ങിൽ വെർബ് വെച്ചിട്ടായിരിക്കും നമ്മൾ ചോദിക്കുക യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. അങ്ങനെ ആയിരിക്കും നമ്മളുടെ 3 ടൈൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈലിൽ നമ്മൾ ഫോർസ്റ്റെല്ലിംഗ് പറഞ്ഞതിന് ശേഷം നമ്മൾ ചിലപ്പോൾ പ്രൂഫർ ഒരു ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇത് കഴിഞ്ഞ് ഞാൻ ചിലപ്പോൾ ചോദിക്കും എന്താ ബുക്സ് ടബിയറൻ സി ഡൈന് ഫോർനാമെ അല്ലേ. ഫോർനാമെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നെയിം സ്പെൽ ചെയ്യാമോ, അല്ലെങ്കിൽ വാട്ട്സ് യുവർ ഫോൺ നമ്പർ, അങ്ങനെ എന്ത് വേണമെങ്കിലും ഒരു ചെറിയൊരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കാം. ആ ആൻസറും വാലിഡാണ്. ഓക്കെ, മാർക്ക് എടുക്കുമ്പോൾ വാലിഡാണ്. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ പാർട്ട്നേഴ്സ് ആയിട്ട് 2 പേര് വെച്ചാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വേ ഫ്രാഗെ ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിനുത്തരം നമ്മുടെ പാർട്ട്ണർ പറയണം, പാർട്ട്ണർ ചോദിക്കുന്ന ചോദ്യത്തിനുത്തരം നമ്മൾ പറയണം. ഇവിടെ വരുമ്പോഴും അതുപോലെ തന്നെ യാ എന്ന് പറഞ്ഞിട്ട് Können Sie bitte einen Apfel geben എന്ന് പറയും. യാ ich kann dir einen Apfel geben അങ്ങനെ പറഞ്ഞതില്ലേ. അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് സെൻറ്റൻസിൽ പറയാം യെസ് ഓർ നോ പറഞ്ഞതിന് ശേഷം. അങ്ങനെയായിരിക്കും നമ്മുടെ സ്പീക്കിംഗ് നമ്മൾ ചെയ്യുന്നത് A1 ലെവലിൽ. പിന്നെ നമുക്ക് വേ ഫ്രാഗിൻ്റെയൊക്കെ സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെ വരുന്നത്, വേ ഫ്രാഗെ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് എഴുതണം, വേ ഫ്രാഗെ തന്നെ എഴുതണം. അത് WH ക്വസ്റ്റ്യൻ വേർഡ് ഏതെങ്കിലും ഒരെണ്ണം എഴുതണം, ഏതാണ് വേണ്ടത് വെച്ച് എഴുതും. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് എഴുതും, വെർബ് ആയിരിക്കും എഴുതുക. അത് കഴിഞ്ഞ് സബ്ജക്റ്റ് എഴുതും, അതിനുശേഷം ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അത് എഴുതും. ഇങ്ങനെയായിരിക്കും നമ്മൾ വേ ഫ്രാഗിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ. അതുപോലെ തന്നെ യാ ഓർഡർ നൈൻ ഫ്രാഗെ വരുമ്പോൾ സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണ്,
നമ്മളാദ്യം വെർബ് എഴുതും. സാധാരണ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൽ സെക്കൻഡ് പൊസിഷനിൽ എഴുതുന്ന വെർബിനെ നമ്മളൊരു യാർഡൻ ആൻഡ് ഫ്രാഗി ആക്കുമ്പോൾ ഫസ്റ്റ് പൊസിഷനിലായിരിക്കും എഴുതുക. വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഒബ്ജക്റ്റ്, ഇങ്ങനെയായിരിക്കും യാർഡൻ ആൻഡ് ഫ്രാഗിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ. അപ്പോൾ വേ ഫ്രാഗേൻ്റെ കൂടെ മൊഡാൽ വെർബ് വരുന്ന വേ ഫ്രാഗി ആണെങ്കിൽ സെക്കൻഡ് പൊസിഷനിൽ ഏത് മൊഡാൽ വെർബ് ആയിരിക്കും ഇത്. വേ ഫ്രാഗെ പ്ലസ് മൊഡാൽ വെർബ് എന്തെന്നിടാം, മൊഡാൽ വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അത് പ്ലസ് വെർബ് ഇൻഫിനിറ്റീവ് ഫോമിൽ. അല്ല, മൊഡാൽ വെർബ് വരുന്ന സെൻറ്റൻസിൽ ഒരു വെർബും കൂടെ ഉണ്ടെങ്കിൽ അത് നമ്മളെപ്പോഴും എവിടെ ഇടാം, അമ്മൻറ്റിൽ ഇൻഫിനിറ്റീവ് ഫോമിലേ എടുത്തുള്ളൂ. അതുപോലെ തന്നെ യാർഡൻ ആൻഡ് ഫ്രാഗിലാണ് വരുന്നെങ്കിൽ നമ്മൾ ഫസ്റ്റ് പൊസിഷനിലായിരിക്കും മൊഡാൽ വെർബിനെ എഴുതുന്നു, സബ്ജക്റ്റ് എഴുതുന്നു, ഒബ്ജക്റ്റ് എഴുതുന്നു, ലാസ്റ്റ് ഇൻഫിനിറ്റീവ് വെർബ് എഴുതുന്നു. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സെൻറ്റൻസ് സ്ട്രക്ചർ. പിന്നെ വേ ഫ്രാഗിൻ്റെ കേസിൽ ചിലയിടത്ത് എക്സെപ്ഷണൽ കേസസ് ഉണ്ടല്ലേ. വെൽഷെ ഒക്കെ എഴുതുന്നത് നമുക്ക് പറയാം. വിച്ച് ബുക്ക് ആർ യു റീഡിംഗ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ എന്താ, വിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിച്ച് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഇംഗ്ലീഷിലും വിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കാം ബുക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ബുക്ക് ആർ യു റീഡിംഗ്, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ വെർബ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴും വെൽഷസ് ബുക്ക് എന്ന് വരും. നമ്മൾ പറഞ്ഞായിരുന്നു വെൽഷെ അത് കഴിഞ്ഞിട്ട് വരുന്ന നൗൺ ആണെങ്കിൽ ആ നൗണിൻ്റെ ജെൻഡർ വെച്ചിട്ട് ചെറിയ ഡിഫറൻസ് വരുന്നു. അപ്പോൾ വെൽഷസ് ബുക്ക് ലീസ്റ്റ് ഡു അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ചെറിയ എക്സെപ്ഷൻ കേസ് ചില കേസിൽ വരും. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് നോക്കുക, സെക്കൻഡ് പൊസിഷനിൽ വെർബ് അല്ലെങ്കിൽ നൗൺ ആണെങ്കിൽ ഇവിടെയും ചിലപ്പം നൗൺ ആയിരിക്കും വരിക വെൽഷേൻ്റെ വിഫീലിൻ്റെ ഒക്കെ കേസിൽ. അപ്പോൾ അതും ശ്രദ്ധിക്കുക.